ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് LGSൻ്റെ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ്. നമുക്കറിയാം കമ്പനി ബോർഡ് LGSൻ്റെ പ്രിലിമിനറി എക്സാം അതുപോലെ തന്നെ മെയിൻസ് എക്സാം ഇതിൻ്റെ എല്ലാം എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരിക്കും. ചിലരെങ്കിലും പഠനം ആരംഭിക്കാത്ത ആളുകളുണ്ടാവും. ചിലർക്ക് കൃത്യമായിട്ട് എവിടെ നിന്ന് പഠിക്കണം എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണയില്ലാത്ത ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് സഹായകരമായ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം എന്നാണ് ജൂലൈ ടു സെപ്റ്റംബർ ആ മാസങ്ങളിലായിരിക്കും ഏത് കിടക്കുന്നത് പ്രിലിമിനറി എക്സാം വരുന്നത്. അതുപോലെ തന്നെ മെയിൻസ് എക്സാം വരുന്നത് എന്നാണ് ഒക്ടോബർ ടു ഡിസംബറിലാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി ഏകദേശം ഒരു 6 മാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് 160 ദിവസങ്ങളിലെ ഉൾപ്പെടുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് കേട്ടോ. അപ്പോൾ കൃത്യമായ രീതിയിൽ നമ്മൾ സ്ഥിരതയോടുകൂടി ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ കമ്പനി ബോർഡ് LGSന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നിരവധി എക്സാമുകളുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഈ വർഷം എന്ന് പറയുന്നത് ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ എക്സാമുകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മുടെ മിൻറ്റിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെയും കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇതിൽ ലൈവ് ക്ലാസ് അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്, ബുക്സ്, മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ധാരാളം ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളവയുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സ്റ്റഡി പ്ലാനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം പ്രിലിമിനറി എക്സാം കഴിഞ്ഞാൽ മെയിൻസ് എക്സാമിനായിട്ട് നമ്മുടെ മുന്നിൽ അധികം സമയം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക, മെയിൻസ് എക്സാമിനെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. കാരണം നമ്മുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മുടെ മെയിൻസ് എക്സാമിനും ഉള്ളത്. അവിടെ നമ്മൾ ചെറിയ വേരിയേഷനൊക്കെ വരുത്തി ഒന്ന് പഠിച്ചാൽ മതിയാകും. കാരണം നമ്മൾ പ്രിലിമിനറി എക്സാമിന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എവിടെയും വരുന്നത്. സയൻസിലായിക്കോട്ടെ മാത്സിലായിക്കോട്ടെ ആ ഭാഗങ്ങളൊക്കെ തന്നെ സെയിം ആണെന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറി എക്സാമിൻ്റെയും അതുപോലെ തന്നെ മെയിൻസ് എക്സാമിൻ്റെയും സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കൃത്യമായ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ആണ്. നമുക്കിതിൻ്റെ ഒരു വെയിറ്റേജ് ഒക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പോവാം. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പൊതുവിജ്ഞാനമാണ്. അതിന് എത്ര മാർക്കാണ്? 60 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് സയൻസ് ആണ്. സയൻസിന് 20 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പഠന പരിശോധനയും. അതിനെത്രയാണ്? 20 മാർക്ക്. അങ്ങനെ 60, 20, 20 അങ്ങനെ 100 മാർക്കിൽ നിന്നാണ് ഇത് വരുന്നത്, നമ്മുടെ എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് അതുപോലെ തന്നെ ഓരോ ഭാഗത്തും അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം കേട്ടോ. ആദ്യം വരുന്ന ഏതാണ്? കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗങ്ങളാണ് അവിടെ വരുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമകാലീന സംഭവങ്ങളാണ് ആദ്യത്തെ ഭാഗത്ത് വരുന്നത്. എല്ലാ ഭാഗങ്ങൾക്കും എത്രയാണ്? 10 മാർക്ക് വെച്ചിട്ടാണ് പൊതുവിജ്ഞാനത്തിൽ വരുന്നത്. പിന്നീട് വരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിനും എത്രയാണ്? 10 മാർക്കാണ് വരുന്നത്. മൂന്നാമത്തെ ഭാഗത്ത് എത്രയാണ്? 10 മാർക്കാണ് വരുന്നത്. ഇവിടെ എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ. അവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പോർഷനാണ് വരുന്നത് അല്ലേ. അതുപോലെ നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് പോളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ ഏതാണ് വരുന്നത്? ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, അതായത് മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, അതൊക്കെ എവിടെയാണ് വരുന്നത്? നമ്മുടെ ഈ ഭാഗത്താണ് വരുന്നത്. അതുപോലെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം ഇവയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഭാഗത്താണ്. അതുപോലെ വിവിധ കമ്മീഷനുകളെ കുറിച്ചും നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിവിടെ എത്രയാണ്? 10 മാർക്കാണ് വരുന്നത്. പിന്നെ വരുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, അതായത് കേരള ജോഗ്രഫിയുടെ ഭാഗമാണ് വരുന്നത്. അതിൻ്റെ നദികൾ, കായലുകൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഭാഗമാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും നവോത്ഥാന നായകന്മാരൊക്കെയാണ് ആ ഭാഗത്ത് വരുന്നത്. അവിടെ എത്രയാണ്? 10 മാർക്കാണ് വരുന്നത്. പിന്നെ നമുക്കറിയാം സയൻസ്, നാച്ചുറൽ സയൻസ് അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ് അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം വരുന്നത്
ബയോളജിയിലെ ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും കൃത്യമായിട്ട് ടോപ്പിക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. കാരണം 10 മാർക്ക് ആ ഏരിയയ്ക്കുണ്ട്. പിന്നെ നമുക്കറിയാം പാർട്ട് 3 അതിലെങ്ങനെയാണ് ഫിസിക്കൽ സയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കെമിസ്ട്രിയും ഫിസിക്സും വരും. ഇതിൻ്റെ രണ്ടിൻ്റെയും പോർഷൻസ് ഇവിടെ കാണാം അല്ലേ. ഈ 2 ഭാഗങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതോർക്കുക. പിന്നെ 20 മാർക്കാണ് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇതിൻ്റെയും കൃത്യമായിട്ട് ടോപ്പിക്ക് തിരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അതിനെത്രയാണ് 10 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ടോപ്പിക്ക് തിരിച്ച് കൊടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. 20 മാർക്കാണ് വരുന്നത്. 8 ഭാഗങ്ങൾ വീതമുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. സയൻസിനാണെങ്കിലും മാത്സിനാണെങ്കിലും നമുക്ക് ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഏരിയകളാണുള്ളത്. ഇനി നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം. നമ്മൾ 5 സ്റ്റേജായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ, അതായത് ഡേ 1 to 40, നമ്മൾ 1ാമത്തെ ദിവസം മുതൽ 40 ദിവസം വരെ പഠിക്കേണ്ട കാര്യങ്ങളാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം SCERT പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ്. കാരണം നമുക്കറിയാം നമ്മുടെ പരീക്ഷകളിലൊക്കെ SCERT പാഠപുസ്തകങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാം അല്ലേ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ പഴയ SCERT നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ പുതിയ SCERT പഠിക്കണം. അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ അന്നേരം ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക. നമ്മുടെ സിലബസിൽ ഉള്ള കാര്യങ്ങളുള്ള ചാപ്റ്റർ, അതായത് ഇപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിയിൽ ആ പോർഷൻസ് വരുന്ന ചാപ്റ്റർ ഏതാണോ ഉള്ളത്, അല്ലെങ്കിൽ കേരള നവോത്ഥാന നായകന്മാർ, ഉദാഹരണത്തിന് കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഏത് ക്ലാസ്സിലെ ഏത് ചാപ്റ്ററിലാണ് അടങ്ങിയിരിക്കുന്നത് ആ ചാപ്റ്റർ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന് നമുക്ക് SCERT പാഠപുസ്തകങ്ങളെ കുറിച്ചിട്ടും ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഏതൊക്കെ ചാപ്റ്ററുകളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് പഠിക്കാൻ എളുപ്പമായിരിക്കും എന്ന കാര്യം ഓർക്കുക. അപ്പം നമ്മൾ ആദ്യത്തെ 40 ദിവസങ്ങൾ SCERT പാഠപുസ്തകങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഴയതും പുതിയതുമായ SCERT പാഠപുസ്തകങ്ങൾ പഠിക്കുക കേട്ടോ. അതിൽ ആദ്യത്തെ 1 മുതൽ 15 ദിവസം വരെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കേരള ഭൂമിശാസ്ത്രം, ജില്ലകൾ, നദികൾ, കായലുകൾ, വന്യജീവി സങ്കേതങ്ങൾ, ആ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക. അതായത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ 1ാമത്തെ ദിവസം മുതൽ 15 ദിവസം വരെ പഠിക്കേണ്ടത്. പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു ഭാഗം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് SCERT ചാപ്റ്ററുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കേരള ജോഗ്രഫിയെ വരുന്ന പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അവ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വരുന്നത് 16ാമത്തെ ദിവസം മുതൽ 30 ദിവസം വരെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? 30ാമത്തെ ദിവസം വരെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കുക. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിരുകൾ, പർവ്വതങ്ങൾ, നദികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ പഠിക്കുക. കാരണം ഇതിൽ ജസ്റ്റ് സിലബസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾക്ക് ഫോക്കസ് കൊടുത്ത് പഠിക്കണം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ധാരണ ഉണ്ടാവണം. നമ്മൾ കമ്പനി ബോർഡ് LGSന്റെ ഹോട്ട് ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. സോറി. പിന്നെ വരുന്നത് ഡേ 31 to 40, 31 മുതൽ 40 ദിവസം വരെ നമ്മൾ പഠിക്കേണ്ടത് SCERT സയൻസ് കേട്ടോ. SCERT സയൻസിലെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. അതിൽ ജീവകം, രോഗങ്ങൾ, അയിരുകളും ധാതുക്കളും, പ്രകാശം, ശബ്ദം തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ കൃത്യമായിട്ട് അതേ ഓർഡറിൽ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലാത്ത, അതായത് കേരള ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അറിയില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നല്ല അറിവുള്ള ഏരിയകളാണെങ്കിൽ നമുക്ക് അറിയില്ലാത്ത ഭാഗങ്ങൾ പഠിക്കാനായിട്ട് നീക്കി വയ്ക്കുക കേട്ടോ. അതുപോലെ സ്റ്റേജ് 2 അതിൽ വരുന്നത് 41ാമത്തെ ദിവസം മുതൽ 80 ദിവസം വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഡേ 41 മുതൽ 55 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ഭരണഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അവിടെ ആമുഖം, മൗലിക അവകാശങ്ങൾ, കർത്തവ്യങ്ങൾ, പ്രധാന വകുപ്പുകൾ, പഞ്ചായത്ത് രാജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതുപോലെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, ഇവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ വരുന്നത് 56 മുതൽ 65
ദിവസം വരെ വരുന്നത് ഏതാണ്? കേരള നവോത്ഥാനമാണ് വരുന്നത്. അതിൽ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങിയ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ കേട്ടോ. നമുക്കറിയാം നവോത്ഥാന നായകന്മാർ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നറിയാം. കാരണം 10th പ്രിലിമിനറിക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി അങ്ങനെ തുടങ്ങി ചട്ടമ്പി സ്വാമികൾ അങ്ങനെ ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ 56 മുതൽ 65 ദിവസം വരെ ചെയ്യേണ്ട കാര്യം. പിന്നെ 66 മുതൽ 75 ദിവസം വരെ നമ്മൾ മാത്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ലഘുഗണിതം, അതായത് സംഖ്യകൾ, ലസാഗു, ഉസാഗ, ശരാശരി, സമയവും ദൂരവും ഒക്കെ പഠിക്കാനായിട്ട് നമ്മൾ മാറ്റിവെക്കുക. അപ്പോഴും നമ്മളൊരു കാര്യം പറയുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാത്ത ടോപ്പിക്കുകൾക്ക് കൂടുതൽ സമയം കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ വരുന്നത് മാനസിക ശേഷിയാണ്. 76 ദിവസം മുതൽ 80 ദിവസം വരെ. അതിൽ വയസ്സ്, പിന്നെ ശ്രേണികൾ, സ്ഥാനനിർണ്ണയം അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട, അതായത് പഠിക്കേണ്ട ഭാഗങ്ങൾ, ചിലത് നമുക്കൊരു കോമൺ സെൻസ് ഒക്കെ വെച്ച് പഠിക്കാൻ പറ്റുന്ന, അതായത് ചെയ്യാൻ പറ്റുന്ന, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളുണ്ട് ഇവിടെ മെൻ്റൽ എബിലിറ്റിയിൽ അല്ലേ. നമ്മൾ പഠിച്ചെടുക്കേണ്ട, ഇപ്പോൾ റാങ്കിങ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. അതുപോലെ തന്നെ വയസ്സ്, ഏജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാത്സ് എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്ത് തന്നെ ശീലിക്കുക കേട്ടോ. ഡെയിലി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ചാൽ അത്രയും ഉത്തമം. അതായത് 1 മണിക്കൂറെങ്കിലും നമ്മൾ മാത്സിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. പിന്നെ സ്റ്റേജ് 3 അതിൽ വരുന്നത് 81 ദിവസം മുതൽ 110 ദിവസം വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കറണ്ട് അഫയേഴ്സ് 81 ദിവസം മുതൽ 90 ദിവസം വരെ എന്ത് ചെയ്യേണ്ടത്? കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുക്കുക കേട്ടോ. അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രധാനപ്പെട്ട അവാർഡുകൾ, സ്പോർട്സ്, നിയമനങ്ങൾ, പദ്ധതികൾ അവയൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. നമ്മൾ കുറേ മേഖലകൾ കണ്ടു, ആ മേഖലകളിൽ പ്രധാനപ്പെട്ടിട്ടുള്ള അവാർഡുകളുണ്ടോ, വ്യക്തികളുണ്ടോ, അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ 81 ദിവസം മുതൽ 90 ദിവസം വരെ പഠിക്കേണ്ടത്. പിന്നെ വരുന്നത് 91 ദിവസം മുതൽ 100 ദിവസം വരെ പൊതുജന ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതായത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാം. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് അറിയാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തി പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഡേ 101 ദിവസം മുതൽ 110 ദിവസം വരെ കല, കായികം, സാഹിത്യം, കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന വിവരങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. അതായത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഈ ഏരിയയിൽ, ഈ സ്റ്റേജ് 3 നമ്മൾ കറണ്ട് അഫയേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ സ്റ്റേജ് 4 ഇതിൽ 111 ദിവസം മുതൽ 140 ദിവസം വരെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 111 ദിവസം മുതൽ 125 ദിവസം വരെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അതായത് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡെയിലി ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊരു ദിവസം, പിന്നെ 126 ദിവസം മുതൽ 140 ദിവസം വരെ ഓരോ വിഷയത്തിലെയും കടുപ്പമേറിയ ഭാഗങ്ങൾ വീണ്ടും പഠിക്കുക. അതായത് നമുക്ക് ടഫായിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും. ആ ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ പഠിച്ചു പോകുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഒരു ഭാഗം പഠിക്കുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പോവുക. അത്തരം നോട്ട് ചെയ്ത് പോകുന്ന ഭാഗങ്ങൾ, അതായത് ചിലതൊക്കെ നമുക്ക് ഇക്വേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇയേഴ്സ് ആയിരിക്കാം. ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ഇയറുകളായിരിക്കാം. അതൊക്കെ നമ്മൾ ടൈം ലൈൻ ഒക്കെ കീപ്പ് ചെയ്ത് പോവുക. അതുപോലെ നമുക്ക് ഇക്വേഷൻസ് ഒക്കെയാണെങ്കിൽ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റേജ് 4 126 ദിവസം മുതൽ 140 ദിവസം വരെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേജ് 5 അതിൽ വരുന്നത് 141 ദിവസം മുതൽ 160 ദിവസം വരെ. അതിൽ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് എന്തോരം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കുമോ അത്രയും മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് പരിശീലിക്കുക. അതും ഒരു കാര്യം ശ്രദ്ധിക്കുക, OMR ഷീറ്റിൽ തന്നെ ചെയ്ത് ശീലിക്കുക കേട്ടോ. കാരണം നമുക്കറിയാം നമ്മുടെ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, അതിൻ്റെയൊക്കെ കൂടെ ഈ OMR മാതൃകയിലുള്ള പേപ്പേഴ്സ് ഒക്കെ കിട്ടും. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തന്നെ അതിൽ ഒരു 100 ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളൊരു മാതൃക പരീക്ഷയിൽ തന്നെ എഴുതി ശീലിക്കുക കേട്ടോ. അങ്ങനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ റിവിഷൻ, നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ SCERT ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് പോകാം കേട്ടോ. നമ്മൾ സ്വന്തമായിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ഓർത്തെടുക്കാൻ സഹായിക്കും. അപ്പോൾ അത്തരം നോട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ വായിച്ച്
മനസ്സിലാക്കുക എന്നുള്ളതാണ്, അതായത് മാക്സിമം റിവിഷൻ. അപ്പോൾ ഈ 5ാമത്തെ സ്റ്റേജിൽ മാക്സിമം മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ റിവിഷൻ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡേയ്സ് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർക്കാം, 141ാമത്തെ ദിവസം മുതൽ 160ാമത്തെ ദിവസം വരെ മോക്ക് ടെസ്റ്റിനും അതുപോലെ തന്നെ റിവിഷനും പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാൻ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിച്ച് മുന്നോട്ട് വരിക കേട്ടോ. നമുക്ക് കൃത്യമായിട്ട് എവിടെ നിന്ന് പഠിക്കണം എന്ന് അതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ കൊടുത്തിരിക്കുന്ന ഏരിയകൾ നിങ്ങൾക്ക് അറിവുള്ളവയാണെങ്കിൽ നമുക്ക് കൂടുതൽ അറിയില്ലാത്ത ഏരിയകൾ ഉൾപ്പെടുത്തി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് വരിക. നമുക്കറിയാം കമ്പനി ബോർഡ് LGS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു പോസ്റ്റാണല്ലേ. അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചിട്ടയായ രീതിയിൽ പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, കൺസിസ്റ്റൻസിയോട് കൂടി തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഡെയിലി പഠിക്കുക. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ പഠനത്തിനായിട്ട് സമയം മാറ്റി വയ്ക്കുക. നമ്മളിതൊരു ടൈം ടേബിൾ മാതൃകയിലല്ല നൽകിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ. ചിലരെ സംബന്ധിച്ച് 4 മണിക്കൂർ പഠിക്കാൻ സാധിക്കും, ചിലരെ സംബന്ധിച്ച് 8 മണിക്കൂർ പഠിക്കാൻ സാധിക്കുന്നവരുണ്ട്, ചിലർക്ക് 2 മണിക്കൂറേ സാധിക്കുകയുള്ളൂ, ചിലർക്ക് അതിനുള്ള സമയം പോലും കിട്ടാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഓർക്കുക, നമുക്ക് എന്തോരം സമയം കിട്ടുന്നുണ്ടോ നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് ദിവസേന ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് വരിക. ഓർക്കുക, സ്ഥിരതയാണ് നമുക്ക് വേണ്ടത്. സ്ഥിരതയോടുകൂടി തന്നെ ചിട്ടയായ രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരിക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ മിൻറ്റിൽ കമ്പനി ബോർഡ് LGSന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.